ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഇന്ന് നടന്ന 28 ഫെബ്രുവരി 2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 7 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിൽ നമ്മൾ 5 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. ഫസ്റ്റ് വണ്ണ് കമ്പൽസറി ആണ്. ഒരു കോൺവെർസേഷനാണ്, വായിച്ചു നോക്കാം. ഋതിക, മോം വൈ ഡു യു ഓൾവേസ് ടെൽ മീ ടു റീഡ് മോർ ബുക്സ്? എന്താ എന്നോട് എപ്പോഴും ബുക്ക് വായിക്കാൻ പറയുന്നതെന്ന്. അപ്പോൾ അമ്മ പറയാണ്, റീഡിങ് ഈസ് ലൈക്ക് എക്സസൈസിങ് യുവർ ബ്രെയിൻ. റീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിന് എക്സസൈസ് കൊടുക്കുകയാണ്. ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ഇമാജിനേഷൻ. അത് നിൻ്റെ ഇമാജിനേഷൻ, ചിന്തകളെ ഇംപ്രൂവ് ചെയ്യും. ഹെൽപ്സ് യു ലേൺ ന്യൂ തിങ്സ്. നിങ്ങൾക്ക് കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ആൻഡ് മേക്സ് യു സ്മാർട്ട്. നീ ഒരു സ്മാർട്ടറായിട്ട് മാറും. അപ്പോൾ ഋതിക, ബട്ട് സംടൈംസ് ഐ ഡോണ്ട് നോ വാട്ട് ടു റീഡ്. പക്ഷേ ചില സമയത്ത് എനിക്കറിയില്ല ഞാൻ എന്താ വായിക്കേണ്ടതെന്ന്. അപ്പം മദർ, ദാറ്റ്സ് ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ടോപ്പിക്സ് യു എൻജോയ്. അതൊന്നും പ്രശ്നമില്ല. നിനക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് എടുത്ത് നീ വായിക്കാൻ തുടങ്ങും. ഡു യു ലൈക്ക് അഡ്വെഞ്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഫെയറി ടൈൽസ് ആണോ ഇഷ്ടം? ഓർ സ്റ്റോറി അബൌട്ട് ആനിമൽസിനെ കുറിച്ചിട്ടുള്ള കഥകളാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ച് നീ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഋതിക, ഐ ലൈക്ക് അഡ്വെഞ്ചർ സ്റ്റോറീസ്. ഞാൻ അഡ്വെഞ്ചർ സ്റ്റോറീസാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം അത് പെർഫെക്റ്റ്, വി ക്യാൻ പിക്ക് സം എക്സൈറ്റിംഗ് അഡ്വെഞ്ചർ ബുക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് അഡ്വെഞ്ചർ ബുക്സ് സെലക്ട് ചെയ്യാം. യു വിൽ സീ ഹൗ ഫൺ റീഡിങ് ക്യാൻ ബി വെൻ യു ചൂസ് സംതിങ് യു ലവ്. അപ്പം നിങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് റീഡിങ് ഭയങ്കര ഫണ്ണായിരിക്കും. നീ ഇഷ്ടപ്പെട്ട ബുക്സൊക്കെ സെലക്ട് ചെയ്ത് നീ വായിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് റീഡിങ് ഭയങ്കര രസമായിട്ട് തോന്നും. ഋതിക, ബട്ട് ഐ കാൺട്ട് കോൺസെൻട്രേറ്റ് ഓൺ റീഡിങ്. പക്ഷേ എനിക്ക് റീഡിങ്ങിൽ ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പം അത് പറയണം, അമ്മ പറയാൻ, ദാറ്റ് ഹാപ്പൻസ്, ട്രൈ റീഡിങ് ഇൻ എ ക്വയറ്റ് പ്ലേസ് വിത്തൗട്ട് ടി വി ഓർ മൊബൈൽ ഫോൺ അറൗണ്ട്. ടി വിയും മൊബൈൽ ഫോണും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ട്രൈ ചെയ്യുക, വായിക്കാൻ ശ്രമിക്കുക. വാട്ട് അബൌട്ട് ഹാവിങ് എ റീഡിങ് കോർണർ ഇൻ യുവർ റൂം? നിൻ്റെ റൂമിൽ ഒരു റീഡിങ് കോർണർ ആയാലോ? ദാറ്റ് സൗണ്ട് നൈസ്. അത് നല്ലൊരു ഐഡിയ ആണ്. ഓൾസോ ലെറ്റ്സ് ഗെറ്റ് എ റെഗുലർ ടൈം ഫോർ റീഡിങ്, മേ ബി ബിഫോർ ബെഡ് ടൈം ഓർ ആഫ്റ്റർ സ്കൂൾ. പിന്നെ വായിക്കുന്നതിന് ഒരു റെഗുലർ ടൈം വെക്കുക, ഒന്നെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്കൂളിന് വന്നതിന് ശേഷം. ഋതിക, ഐ ലൈക്ക് ദ ഐഡിയ ഓഫ് റീഡിങ് ബിഫോർ ഗോയിങ് ടു ബെഡ്. എനിക്കിഷ്ടം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വായിക്കുന്നതാണ്. ഇറ്റ് വിൽ മേക്ക് മീ ഫീൽ റിലാക്സ്ഡ്. അപ്പോൾ എനിക്ക് റിലാക്സ് ആയിട്ട് തോന്നും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ബുക്സ് ഡസ് ഋതിക ലൈക്ക്? ഫെയറി ടൈൽ, അഡ്വെഞ്ചർ സ്റ്റോറീസ് അബൌട്ട് അനിമൽ, സയൻസ് ഫിക്ഷൻ. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? അഡ്വെഞ്ചർ സ്റ്റോറീസ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ മദർ എൻകറേജ് ഋതിക ടു റീഡ് ബുക്സ്? വൈ ഡസ്? എന്തുകൊണ്ടാണ് അമ്മ ബുക്ക് വായിക്കാൻ പറയുന്നത്? ടു ഹെൽപ്പ് ഹെർ സ്ലീപ്പ് ഏർലി. നേരത്തെ ഉറങ്ങാനാണോ? ടു മേക്ക് ഹെർ സ്മാർട്ടർ ആൻഡ് ഇമാജിനേറ്റീവ്. ടു റെഡ്യൂസ് ഹെർ സ്ക്രീൻ ടൈം. ടു കീപ്പ് ഹെർ ബിസി. അപ്പോൾ അതിൽ ഓപ്ഷൻ ശരിയായത് രണ്ടാമത്തതാണ്. വാട്ട് സജഷൻ ഡസ് ദ മദർ ഗീവ് ഋതിക ടു കോൺസെൻട്രേറ്റ് ഓൺ റീഡിങ്? റീഡിങ്ങിനെ കുറിച്ചിട്ട് എന്താണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്? റീഡ് ഡ്യൂറിങ് സ്കൂൾ അവേഴ്സ്, റീഡ് ഇൻ എ ക്വയറ്റ് പ്ലേസ് വിത്തൗട്ട് ടി വി ഓർ മൊബൈൽസ്, ലിസൺ ടു മ്യൂസിക് വൈൽ റീഡിങ്, റീഡ് ഓൺലി ഡ്യൂറിങ് വീക്കെൻഡ്സ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, വാട്ട് ടൈം ഡസ് ദ ഡോട്ടർ പ്രിഫർ ഫോർ റീഡിങ്? അവർക്ക് ഇഷ്ടമുള്ള സമയം ഏതാണ്? ബിഫോർ ബെഡ് ടൈം, ഇൻ ദ മോർണിംഗ്, ഡ്യൂറിങ് സ്കൂൾ ബ്രേക്ക്, ആഫ്റ്റർ ഡിന്നർ. അപ്പോൾ ശരിയായ ഉത്തരം ബിഫോർ ബെഡ് ടൈം ആണ്. ബേസ്ഡ് ഓൺ ദ എബോവ് കോൺവെർസേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്തതാണ് പറഞ്ഞിരിക്കുന്നത്. റീഡിങ് ഈസ് ലൈക്ക് യു എക്സസൈസ് ഓവർ ബ്രെയിൻ. അത് ശരിയാണ്. സെറ്റിംഗ് എ റെഗുലർ ടൈം ഫോർ റീഡിങ് ഈസ് ഗുഡ്. ശരിയാണ്. റീഡിങ് ബുക്സ് ഈസ് ഓൺലി ഫോർ ടൈം പാസ്. അത് തെറ്റാണ്. ടി വി ഓർ മൊബൈൽസ് ഡീവിയേറ്റ് അവർ അറ്റൻഷൻ ഫ്രം റീഡിങ്. അതും ശരിയാണ്. അപ്പോൾ 5 ശരിയായ ഉത്തരം എഴുതിയാൽ നമുക്ക് 5 മാർക്കാണ്, എ ഗ്രേഡാണ് ലഭിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഇൻ ദ സ്റ്റോറി ദ യെല്ലോ അംബ്രല്ല, ഹിലാരിയോ സിസ്റ്റർ വിസിറ്റഡ് എൻ ഓർഫനേജ് വിത്ത് ടോയ്സ് ഫോർ ദ ചിൽഡ്രൻ. അപ്പോൾ ഹിലാരിയോൻ്റെ സിസ്റ്റർ യെല്ലോ അംബ്രല്ല എന്നുള്ള സ്റ്റോറിയൊക്കെ അറിയാമല്ലോ. ഒരു ഓർഫനേജിൽ വിസിറ്റ് ചെയ്യാണ് ടോയ്സുമായിട്ട്. ദർഷി നോട്ടീസ്ഡ് എ ബോയ് ഹു ഷോഡ് നോ ഇൻട്രസ്റ്റ് ഫോർ ടോയ്സ്. അപ്പോൾ അവിടെ ഒരു കുട്ടിയെ ശ്രദ്ധിച്ച്, അത് ശ്രദ്ധിക്കാൻ കാരണം അവനക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ടോയ്സിൽ. ഹി വാണ്ടഡ് എ യെല്ലോ അംബ്രല്ല ആസ് ഗിഫ്റ്റ്. അവനക്ക് എന്താണ് ഗിഫ്റ്റായിട്ട് വേണ്ടത്? ഒരു യെല്ലോ അംബ്രല്ല ആണ്. ഹിലാരിയസ് സിസ്റ്റർ ടോക്ക്ഡ് ടു ദ ബോയ്. ഷി വാസ് ഇംപ്രസ്ഡ് ബൈ ദ ബോയ്സ്. ഹിലാരിയസ് സിസ്റ്റർ ആ ബോയുമായിട്ട് സംസാരിച്ചു. ഷി റോട്ട് എ ലെറ്റർ ടു ഹിലാരിയ അബൌട്ട് ദ ബോയ് ആൻഡ് ഹിസ് സ്റ്റോറി. അപ്പോൾ അവന് ഒരു ലെറ്റർ എഴുതാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ലെറ്റർ തന്നെയാണ്.
ആണ്. റോസ് വില്ല ഡേറ്റ് എഴുതുക. ഡിയർ ഹിലാരിയോ, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഫൈൻ. ഐ വിസിറ്റഡ് ആൻ ഓർഫനേജ് ടുഡേ. I took toys, but one boy didn't want any. He wanted a yellow umbrella. He said he loves walking in the rain with it. Can you help find him a yellow umbrella? I think he would really appreciate with love, your sister. അപ്പോൾ ഇതിൻ്റെ സെയിം ഒരു കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് നമ്മൾ എഡിറ്റിംഗ് ആണ് നോക്കുന്നത്. ഹിയർ ഈസ് എ രഞ്ജുസ് ഡയറി. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ് എഡിറ്റ്. What an unforgettable day it was. I score നല്ല വരിക. I scored SCORED past tense ആണ് അവിടെ വരിക. ഓക്കെ, 75 runs in the match yesterday. Now I can play for any bet. എന്നല്ല, ഐ ക്യാൻ പ്ലേ വിത്ത് എനി ബാറ്റ് എന്നാണ്. വിത്ത് എനി ബാറ്റ് എന്നാണ്. പിന്നെ കോൺഫിഡൻസിൻ്റെ ഇവിടെ സ്പെല്ലിംഗ് തെറ്റാണ്. പിന്നെ ഇൻസ്പയറിങ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ, മീ ഹെൽപ്ഡ്. ഇവിടെ മീ ഹെൽപ്പിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വേർഡ് ഓർഡർ തെറ്റിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എഡിറ്റഡ് വേർഷൻ ഒന്ന് നോക്കാം. വാട്ട് ആൻ അൺഫോർഗറ്റഡ് ഡേ ഹൈ സ്കോർഡ്, ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. ഇൻ ദ മാച്ച് യെസ്റ്റർഡേ. നൗ ഐ ക്യാൻ പ്ലേ വിത്ത് ആണ് ഇവിടെ ചേർക്കേണ്ടത്. കോൺഫിഡൻസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. പിന്നെ ദ ഇൻസ്പയറിംഗ് വേർഡ്സ് ആണ്. പിന്നെ ഹെൽപ്ഡ് മീ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സ്പീച്ചാണ്. ബാറ്റ് ഹാസ് എ മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. ബാറ്റിന് മാജിക് ഉണ്ടോ? അല്ല, ബാറ്റ്സ്മാനിനാണ് മാജിക്. ദീസ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ ഇൻസ്പയർഡ് രഞ്ജി ദ ക്രിക്കറ്റ് പ്ലെയർ. റൈറ്റ് എ സ്പീച്ച് ഫെസിലിറ്റേറ്റിംഗ് മിസ്റ്റർ കുമാർസ് റോൾ ഇൻ ഇൻസ്പയറിംഗ് രഞ്ജി. ദ ഫോളോയിങ് ഹിൻസ് മേ ഹെൽപ്പ് യു. ഇപ്പോൾ സ്പീച്ചാണ്. സ്പീച്ചിന് മിസ്റ്റർ കുമാർ, ഫോമർ സ്റ്റേറ്റ് പ്ലെയർ, ദ ഓണർ ഓഫ് sports shop. Mr. Kumar gives a magic bat to Renji. Renji made a good batting. Mr. Kumar's caring for Renji. Inspiring words of Mr. Kumar. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പീച്ച് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വി gather to acknowledge Mr. Kumar's role in inspiring Renji. കുമാറിൻ്റെ റോള് നിങ്ങൾക്കറിയാം. രഞ്ജിനെ ഇൻസ്പയറിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. എ ഫോമർ സ്റ്റേറ്റ് പ്ലെയർ ആൻഡ് സ്പോർട്സ് ഷോപ്പ് ഓണർ മിസ്റ്റർ കുമാർസ് വേർഡ്സ്. ഹേ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക് ഇഗ്നൈറ്റഡ് രഞ്ജിസ് സ്പാർക്ക്. He provided the magic bat and nurtured Renji's talent with care and guidance. We are grateful for Mr. Kumar's selfless contribution to Renji's success. Thank you, Mr. Kumar, for inspiring Renji and us. Please join me in applauding his outstanding contribution. ഇനി അടുത്തത് എന്താണ്? ഒരു ഇൻസ്ട്രക്ഷൻ പ്രിപ്പയർ ചെയ്യാനാണ്. പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻ എന്തിനെ കുറിച്ചാണ്? ദ ഹെഡ് മാസ്റ്റർ അനൗൺസ്ഡ് ദാറ്റ് യുവർ സ്കൂൾ വിൽ ബി ഡിക്ലെയർഡ് ആസ് ഹരിത വിദ്യാലയം ഇൻ ദ നെക്സ്റ്റ് വീക്ക്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് സ്കൂൾ ഡിസൈഡഡ് ടു റൈറ്റ് സം ഇൻസ്ട്രക്ഷൻ ടു മേക്ക് ദ സ്കൂൾ ക്ലീൻ ആൻഡ് ഗ്രീൻ. അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനാണ് ക്ലീനും ഗ്രീനും ആകുന്നതിന്. അപ്പോൾ എന്താണ്? മിനിമം 5 സെൻറ്റൻസ്, മിനിമം 5 ആണ് വേണ്ടത്. അപ്പോൾ മേക്ക് അവർ സ്കൂൾ ക്ലീൻ ആൻഡ് ഗ്രീൻ. ത്രോ ട്രാഷ് അവേ, പുട്ട് ട്രാഷ് ഇൻ ദ പ്ലാന്റ്സ്. അപ്പോൾ വേസ്റ്റുകളൊക്കെ നമ്മൾ ബിൻസിലിടണം, അതിന് വേണ്ടിയിട്ടുള്ള ബിന്നിലിടണം. പ്ലാന്റ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. ഹെൽപ്പ് ഹസ് പ്ലാന്റ് മോർ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. സേവ് വാട്ടർ. ടേൺ ഓഫ് ടാപ്സ് വെൻ നോട്ട് യൂസ്. പിന്നെ അവോയ്ഡ് പ്ലാസ്റ്റിക് ബാഗ്സ് ആൻഡ് ബോട്ടിൽസ്. പുട്ട് അവേ ബുക്സ് ആൻഡ് പേപ്പേഴ്സ് ആഫ്റ്റർ യൂസ്. ലെറ്റസ് വർക്ക് ടുഗദർ. ഇനി അടുത്തത് ഒരു കോൺവെർസേഷനാണ്. ഹോപ്പ് യു റിമെമ്പർ ഇൻ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് വൈറസ്. Ricky finally realized that the robot was rather broken nor misprogrammed. He felt sorry for complaints. He wanted to father about the robot. Ricky went near the robot and began to talk. അപ്പോൾ ഇവിടെ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. ഹായ് റോബോട്ട്, ഐ ആം സോറി, ഐ മിസ്അണ്ടർസ്റ്റുഡ്. ഇറ്റ്സ് ഓക്കെ റിക്കി, ഐ തോട്ട് യു വർ ബ്രോക്കൺ. നോ, ഐ ജസ്റ്റ് ഹാഡ് വൈറസ്. സോറി ഫോർ കംപ്ലൈനിങ് അബൌട്ട് യു. ഇറ്റ്സ് ഓക്കെ, ഐ ആം ഹാപ്പി ടു വർക്ക് അഗെയിൻ. ലെറ്റ്സ് ഹാവ് ഫൺ ടുഗദർ. യെസ്. ഇനി അടുത്തത് ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ഓപ്ഷൻ ഗിവൻ ബിലോ. ദ ആർട്ടിസ്റ്റ് ഹൂ പെയിൻറ്റഡ് എന്നാണ് ഇവിടെ വരിക. ഹൂ പെയിൻറ്റഡ് ദിസ് ബ്യൂട്ടിഫുൾ പിക്ചർ ഈസ് മൈ കസിൻ. ദിസ് ഈസ് ദ ബുക്ക് that I borrowed from the library. That option B ആണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് എന്താണ്? എ ഹോഴ്സ് ഈസ് നോട്ട് ആസ് ബിഗ് ആസ് എലിഫൻറ്റ്. എലിഫൻറ്റിൻ്റെ അത്രയും
വലിപ്പമുള്ള. അപ്പോൾ നോട്ട് ആസ് ബിഗ് ആസ് എലിഫൻറ്റ് എന്ന് എഴുതണം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സജഷൻ? വാട്ട് അബൌട്ട് ഡൂയിങ് ദ ഹോംവർക്ക് നൗ? ഷാൾ വി ക്ലീൻ ദ ഡൈനിങ് ഹാൾ? ഹൗ അബൌട്ട് അറേഞ്ചിങ് ദ ബുക്സ് ഇൻ ദ ലൈബ്രറി? ഹൗ ഈസ് യുവർ ഹെഡേക്ക് നൗ? അപ്പോൾ അതിൽ കറക്റ്റ് അല്ലാത്ത ഏതാണ്? ഹൗ ഈസ് യുവർ ഹെഡേക്ക് നൗ? അതെന്ന് പറയുന്ന ഒരു സജഷൻ അല്ല. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ? അലിട്രേഷന് എക്സാമ്പിൾ അല്ലാത്തതാണ്. ഓക്കെ, അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരേ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്ന വരുന്നത്. അപ്പോൾ സൈലൻസ് ഇസ് അതൊരു അലിട്രേഷനാണ്. ബ്രൈറ്റ് ബേർഡ്സ് ബോൺസ് ബിറ്റ്വീൻ, അതിൽ ബി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ചൈൽഡ് ലാഫ്ഡ് ജോയ്ഫുള്ളി, അതിൽ ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ലേസി ലയൺസ് ലോങ് അതിൽ എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ചൈൽഡ് ലാഫ്ഡ് ജോയ്ഫുള്ളി ഹാസ് എ കൈറ്റ് സോർഡ് ഹൈ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. 7ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.